അങ്ങനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അല്ലെ, നമ്മുടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിൽ വരികയാണ്. മിന്നൽ മുരളി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, പിന്നെ വേറൊരു പടം, അങ്ങനെ അത് 2026. അപ്പൊ നമ്മുടെ മലയാളത്തിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് അത് തന്നെയാണ്. ഈ സിനിമ കാണാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ, എന്നെ പേഴ്സണലി ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് അടുപ്പിച്ചത്. കാരണം ധ്യാൻ ശ്രീനിവാസ് ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു 3 പടം അല്ലെങ്കിൽ ആഴ്ചയിൽ പുള്ളി ഒരു പടം വെച്ചിറക്കും. ആ പടമൊക്കെ റിവ്യൂ ഇങ്ങനെ വന്ന്, അല്ലെങ്കിൽ നമ്മള് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും, കാരണം ധ്യാന്റെ ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഒന്ന് പോയി കണ്ടാലോ എന്നൊക്കെ തോന്നും. പക്ഷെ പടത്തിന്റെ അഭിപ്രായം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും വേണ്ട, കാണണ്ട, എന്തിനാണ് വെറുതെ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പുള്ളി തന്നെ വിളിച്ച് പറയാറുമുണ്ട്. പക്ഷെ ധ്യാന്റെ ആ ഒരു സാധാരണ ചവറ് പടങ്ങളുടെ ലിസ്റ്റിലേക്ക് ഈ സിനിമ ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെ, യെസ്. അതായത് സൂപ്പർ പടമൊന്നോ അത് ഗംഭീര സിനിമയൊന്നോ അല്ല ഞാൻ പറഞ്ഞത്, എങ്കിൽ തന്നെയും ഒരു കണ്ടിരിക്കാൻ തോന്നുന്ന, അല്ലെ, കണ്ടിരിക്കുമ്പോ ബോറടിക്കാത്ത. അങ്ങനെ തോന്നിയത് എന്താ പേഴ്സണലി ഫീൽ ചെയ്തത്? ഒരൊറ്റ തവണ കാണാനുള്ളതുണ്ട്. അത് കൂടുതലുണ്ടെന്ന് വെച്ചാൽ അതില്ല, ഒരു ആവറേജ് പരിപാടി. എന്റെയും പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുന്നത്. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഒരു ബോംബ് പടമല്ല, കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു പരിപാടി. തമാശയുണ്ട് എല്ലാം. ഇതിനകത്ത് നമ്മൾ ഈ പടത്തിന്റെ ട്രെയിലർ, ടീസർ, പോസ്റ്റേഴ്സ് കണ്ട സമയത്ത് നമുക്ക് അപ്പോഴും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ സോഫിയ പോളിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന മിന്നൽ മുരളിയായിട്ട് കണക്ഷൻ വരുന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും മിന്നൽ മുരളിയുടെ അതെ ആ യൂണിവേഴ്സ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും പടത്തിനകത്ത് ഉണ്ടാവും, ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പൊ ആ പ്രതീക്ഷയിലാണ് ഞാൻ നരിവേട്ടയ്ക്ക് മുന്നേ ഈ സിനിമ കാണാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ പടമൊക്കെ തുടങ്ങി. ഞാൻ സ്പോയിലറായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ ഈ പടത്തിന്റെ ട്രെയിലറും ടീസറും കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായ മെയിൻ ഒരു പ്ലോട്ട് ഉണ്ട്. അതായത് പ്ലാച്ചിക്കാവോ അല്ലെ, അങ്ങനെ ഒരു ഗ്രാമമാണ്. നമ്മുടെ മിന്നലുള്ളി പോലെ കുറുക്കമ്മൂല എന്നൊക്കെ പറയുന്ന പോലെ, ദേശത്തെ പിള്ളേർ എന്നൊക്കെ പറയുന്ന പോലെ ഏതോ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തില് അവിടെ നടക്കുന്ന കുറച്ച് പരിപാടീസൊക്കെ ധ്യാൻ ഇങ്ങനെ അന്വേഷിച്ചു പോകുന്നു. ചെറിയ ഈ ആട് മോഷണം, അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അന്വേഷിക്കുന്ന മൊത്തം തന്നെ. അതിൽ നിന്ന് ഇപ്പൊ ട്രെയിലറിനകത്തുണ്ടല്ലോ ആട് മോഷണം ഉണ്ട് അല്ലെ, പിന്നെ വേറെ ചക്ക മോഷണം, അങ്ങനത്തെ പരിപാടിയൊക്കെ മാല, അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൊലപാതകം അല്ലെങ്കിൽ കൊലപാതക പരമ്പര വരുന്നത് അവിടെ നിന്നാണ് ഈ പടം അങ്ങ് ഷിഫ്റ്റ് ആകുന്നത്. പടത്തിന്റെ അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു മൂഡിലേക്ക് പടം പോകുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഒരു ക്രൈം മൂവി അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂവി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഒരു ത്രില്ലർ മൂവി, അതിപ്പോ ഒരു കോമഡി ജോണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു പക്കാ ത്രില്ലർ മാത്രം ആയിക്കോട്ടെ, അതിനകത്ത് ഈ കൊലപാതകം നടക്കുന്ന രീതികളും അത് അന്വേഷിക്കുന്ന രീതിയും പ്രേക്ഷകനുമായിട്ട് കണക്ട് ആകുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. അതായത് നമുക്കിപ്പോ തിയേറ്ററിനകത്ത് ഇരുന്നിട്ട് ആരാടാ കൊലപാതകം, ഇവനായിരിക്കും അവനായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ആ കൊലപാതക രീതിയും കൊലപാതകത്തിന്റെ അന്വേഷണ രീതിയും നമ്മളെ രസിപ്പിക്കണം. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഈ പടം കാണുമ്പോഴത്തേക്കും ഞാൻ എന്തുകൊണ്ട് ആവറേജ്, അല്ലെങ്കിൽ എനിക്കൊരു ആവറേജ് ഫീൽ തോന്നിയത് ഇറങ്ങുകൊണ്ടല്ല, അന്വേഷണ രീതിയിൽ നമ്മളെ ഒരുപാട് ത്രസിപ്പിക്കുന്ന രസിപ്പിക്കുന്ന എലമെന്റ്സ് കുറവാണ്. അതായത് നമുക്കിപ്പോ ഭയങ്കര നമുക്കിങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഇത് ഇങ്ങനെയാ പോകുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പലയിടത്തും നമുക്ക് ഇപ്പൊ എനിക്ക് പടം കണ്ടപ്പോഴത്തേക്കും പലയിടത്തും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്റെ ഒരു ത്രില്ലിംഗ് എലമെന്റ് അല്ലെങ്കിൽ എന്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു വാവ് ഫാക്ടർ അങ്ങ് കുറഞ്ഞു പോകും. അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ പോയത്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു മൂവി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ക്രൈം സീരീസ് നടക്കുന്നു, അതിന്റെ ലാസ്റ്റ് ഒരു വില്ലനെ കാണിക്കുന്ന സമയത്ത് ഇവൻ വില്ലൻ, ഇവനാണല്ലോടാ വില്ലൻ എന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും അത്രയും നേരം ബിൽഡ് ചെയ്ത് വെച്ച പരിപാടി അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇവിടുത്തെ ആ പരിപാടിയാണ് ഒന്ന് വീക്കായി പോയത്. അത്യാവശ്യം കോമഡിയൊക്കെ പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ചെറിയ ചിരിക്കപ്പുറത്തേക്ക് മെയിൻ കോർ എലമെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് വീക്കായി. ഇപ്പൊ നേരത്തെ നമ്മള് ബസൂക്ക സിനിമയില്ലേ, ഈ ബസൂക്ക സിനിമ കണ്ടപ്പോഴത്തേക്കും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. പ്രേക്ഷകർ മമ്മൂട്ടി ഫാൻസ് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. പടം അങ്ങനെ ഉണ്ട്, 2.5 മണിക്കൂർ പടമുണ്ട്, പക്ഷെ ലാസ്റ്റ് 20 മിനിറ്റ് കിടിലാണ്, അടിപൊളിയാണ്. ബാക്കിയൊക്കെ എന്തെങ്കിലും ചവറായിരിക്കും. പക്ഷെ ഞാൻ ഒരു ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ട ഒരു സാധനമാണ്. അവസാനത്തെ 20 മിനിറ്റ് ഭയങ്കര സംഭവമാണ്, അങ്ങനെ സംഭവം എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇനി അത് പോട്ടെ. അപ്പോ ആ ലാസ്റ്റ് 20 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഇതേപോലുള്ള ഒരു കൊലപാതക കേസ് അന്വേഷിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് വില്ലനെ റിവീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ വില്ലൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, എന്താണ് സംഭവം എന്നൊക്കെ, ആ ഒരു സ്പോട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു കിക്ക് തോന്നേണ്ടത്.
അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയണം ഒരു ത്വര നമുക്ക് തോന്നുന്നു. പക്ഷെ ആ ത്വരയായിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഈ മിന്നൽ മുരളിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും, ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും അതും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ വരുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സംഭവിക്കാൻ വേണ്ടി പോവുക. അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് വരുന്നില്ല. ആ സാധനം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സാധനം അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിവേ, നമുക്കിനിയിപ്പോ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ധ്യാൻ സാധാരണ ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ പടത്തിനകത്ത്, ഞാൻ എല്ലാ സിനിമയും ധ്യാന്റെ കാണാറില്ല, കാരണം നമുക്ക് അനുവദിക്കാറില്ല, കാണാനായിട്ട് മനസ്സനുവദിക്കാറില്ല. പക്ഷേ ധ്യാന്റെ പടം കണ്ടുവരുമ്പോഴത്തേക്കും കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ ധ്യാൻ ശ്രീനിവാസനെ കാണും. ആ കഥാപാത്രമല്ല, ഒരു 2.5 മണിക്കൂറുള്ള പടമാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ആ കഥാപാത്രവും 1.5 മണിക്കൂർ ധ്യാൻ ശ്രീനിവാസനും ആയിരിക്കും വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മള് 2 മണിക്കൂർ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിട്ട് തന്നെ പുള്ളി പിടിച്ചിട്ടുണ്ട്. പുള്ളി ആ ക്യാരക്ടറിൽ നിന്ന് പുള്ളി ഇറങ്ങിപ്പോയില്ല. ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പുള്ളിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റി. അതുകൊണ്ടായിരിക്കും ഇതിന്റെ ഒരു ടൈറ്റിലിനകത്തൊക്കെ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നൊക്കെ പറഞ്ഞു പുതിയ ധ്യാൻ ശ്രീനിവാസൻ അവര് കാണിച്ചിരിക്കുന്നത്. റീഇൻട്രൊഡ്യൂസിങ് ഫഫ എന്നൊക്കെ പറഞ്ഞ പോലെ ധ്യാൻ ശ്രീനിവാസൻ 2.0. പിന്നെ നമ്മുടെ റീൽസിലൂടെ വൈറലായിട്ട് മാറിയ അമീനും പിള്ളേരും അല്ലെ, അവര് 4 പേരും ഇതിനകത്ത് റോള് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ 4 പേരെയും കൂടെ ഒരു ഗ്യാങ് റോളാക്കാൻ നന്നായി. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റീൽസിനകത്ത് കാണുന്ന അതേ സാധനം അവരുടെ റീൽസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്കും ആ റീൽസിന്റെ അതേ സാധനം നമുക്ക് റിപ്പീറ്റ് അടിക്കുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. പക്ഷെ എനിക്കിനകത്ത് അവരുടെ 4 പേരുടെ കൂട്ടത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അമീന്റെ റോളായിരിക്കും. അമീനാണ് എല്ലാവരും കൂടെ പ്രതീക്ഷിച്ച് വെക്കുക. അമീൻ കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിഹാലിനെയാണ്. നിഹാലിന്റെ റോൾ, കാരണം നിഹാലിന് കൊടുത്തിരിക്കുന്ന റോളും അങ്ങനത്തെയാണ് അല്ലെ. നിഹാലിനെ നിങ്ങൾ കണ്ടല്ലോ ട്രെയിലറിനകത്ത്, നിഹാലിന്റെ കഥാപാത്രം ഒരു കള്ളൻ കഥാപാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവന് പെർഫോം ചെയ്യാൻ അവന്റെ കുറച്ച് മാനറിക്സ് നോക്കിട്ടുള്ളൂ. അവൻ റീലിനകത്ത് ചെയ്യുമ്പോഴാണെങ്കിൽ അവന്റെ കുറച്ച് അങ്ങനത്തെ കള്ളൻ. അപ്പൊ അവനത് ചെയ്യാനായിട്ട് ഇതിലൂടെ നൈസായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ബാക്കി 2 പേര് അവര് വേറൊരു കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു റോള് പോലെയാണ്. അപ്പോ അവർ 2 പേരും അപ്പോ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ആദ്യത്തെ സിനിമ റീൽസ് പോലെയല്ല. കാരണം 60 സെക്കൻഡ് കൊണ്ടോ 30 സെക്കൻഡ് കൊണ്ടോ പരിപാടി നിർത്തുന്നൊരു, അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ടുള്ള ഒരു പരിപാടി അല്ലല്ലോ. ഒരു 2 മണിക്കൂർ ത്രൂ ഔട്ട് ഒരു കഥാപാത്രം ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടെ ഇതിനകത്ത് കുറച്ചുകൂടെ ടാസ്ക് ആണ് അവർക്ക്. അപ്പൊ അവരത് മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലാണിത് ഇഷ്ടപ്പെട്ടത് നിഹാലിന്റെ കഥാപാത്രമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് സിജു വിൽസന്റെ പെർഫോമൻസ് ആണ്. നമ്മൾ ധ്യാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ത്രൂ ഔട്ട് ഇപ്പൊ സിജുവിന് ഞാൻ നോക്കിയിട്ട് മലയാളത്തിലെ അത്യാവശ്യം നല്ല രീതിയിൽ സിജു ഫൈറ്റ് ചെയ്യും, നന്നായിട്ട് ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യും, അത്യാവശ്യം പണിയെടുക്കുന്ന ഒരു ആക്ടറാണ്. പക്ഷെ സിജുവിനെ തേടി നല്ല കഥാപാത്രങ്ങൾ വരുന്നത് കുറച്ച് കുറവാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും സിജുവിന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്. പക്ഷെ സിജുവിന് കൊടുത്ത പണി നല്ല വൃത്തിക്ക് സിജു എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ചെയ്യുമ്പോഴും സിജുവിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. അതായത് സിജു ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൊള്ളാലോ, അല്ലാതെ ഒരു ബോറം പരിപാടി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം സിജുവിന്റെ പരിപാടി ആണെങ്കിലും ഒരു രസമുണ്ട്. സിജുവിന്റെ ഒരു ഭയങ്കര ഇപ്പം പറഞ്ഞു ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങൾക്ക് അങ്ങ് അഭിനയിച്ച് മറിക്കാനായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഒന്നും ഇല്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നുവെച്ചാൽ അഭിനയത്തിന്റെ പണി അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റോൾസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അതിപ്പോ കോട്ടയം നസീറിന്റെ റോൾ ആയിക്കോട്ടെ, സീമയുടെ റോൾ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും, സച്ചിൻ എന്ന് പറയുന്ന നമ്മുടെ റോണി ഡേവിഡ് അല്ലെ, റോണി ഡേവിഡിന്റെ പുള്ളി നൈസ് ആയിട്ടോ. പുള്ളിയുടെ കഥാപാത്രം ആണെങ്കിലും പുള്ളിയും രസമുണ്ട്. പുള്ളിയുടെ രസമുണ്ടായിരുന്നു. പുള്ളി സീരിയസ് ആകുന്ന കുറച്ച് സിറ്റുവേഷൻസിനകത്തും പുള്ളി കൊള്ളാം അല്ലെ. ആ കോമഡി ആകുന്ന സിറ്റുവേഷൻസിനകത്തും നൈസാണ് പുള്ളി. പടത്തിന്റെ തുടക്കത്തിലൊക്കെ ഇപ്പൊ ധ്യാനല്ല ഈ സിനിമയിലെ കോമഡി കൈകാര്യം ചെയ്യുന്നത് പോലും ധ്യാനല്ല, അത് റോണി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണ സിനിമക്കാർ ധ്യാനാണ് കോമഡി റോള് ചെയ്യുക. പക്ഷെ ഇവിടെ ധ്യാനോ അല്ലെങ്കിൽ സിജു അവർ 2 പേരും നായകന്മാരാണ്. അപ്പൊ അവരല്ല കോമഡി റോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പുറത്ത് നമ്മുടെ മറ്റു ടീംസാണ്, റോണിയൊക്കെയാണ്. അപ്പം റോണി ആണെങ്കിൽ അമീൻ ആയിക്കോട്ടെ, നിഹാൽ ആയിക്കോട്ടെ, അവരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കളറിംഗ് പരിപാടി, എനിക്കതിനകത്ത് നമ്മൾ കണ്ട തിയേറ്റർ ആലപ്പുഴ സീതാസ് തിയേറ്ററിലാണ് ഞാൻ പടം കണ്ടത്. എനിക്ക് ഇതിന്റെ കളറിംഗ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ ഈ ബ്രൈറ്റ്നസ് കുറച്ച് നമ്മളൊരു പടം കാണില്ലേ, ആ ഒരു ഫീൽ എനിക്ക് തോന്നി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ കളറിങ്ങിന്റെ ആണോ, സിനിമാറ്റോഗ്രാഫി ഇറ്റ്സ് ഫൈൻ, അത് നമുക്ക് ഫ്രെയിംസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് നമുക്ക് തോന്നും ഇതിനകത്ത്. പക്ഷെ കളറിങ്ങിന്റെ കാര്യത്തില് എനിക്ക് എന്തോ ഒരു ബ്രൈറ്റ്നസ് കുറവുള്ള ഒരു ഡൾനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ കണ്ട തിയേറ്ററിനാണെന്ന് എനിക്കറിയില്ല, മറ്റു തിയേറ്ററിൽ സിനിമ കണ്ട ആൾക്കാർ അതൊന്ന് കമന്റ് ചെയ്തേക്കണം. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും
നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വലിയ പരിപാടീസ് ഇല്ല. ഇല്ല, കുറച്ച് അങ്ങനെ ഈ ധ്യാന്റെ ഇടക്കിടക്ക് കാണിക്കുന്ന സമയത്ത് ധ്യാന്റെ കുറച്ച് ഇംഗ്ലീഷ് റാപ്പ് പരിപാടീസും കുറച്ചുണ്ട്. അതൊരു രസമുള്ള പരിപാടിയാണ്. ധ്യാനെ കാണിക്കുമ്പോൾ ധ്യാന്റെ ആ ഒരു മുണ്ടും ഷർട്ടും ഒരു കുറിയും അതിന്റെ കൂട്ടത്തിൽ ചേരാത്ത വേറൊരു അല്ലെ ഒരു ബാക്ക്മാൻ അല്ലെ അത് വെച്ച് വരുമ്പോഴത്തേക്കും അത് പക്ഷേ രസമുണ്ട്. ആ സാധനം കാണാനായിട്ടൊരു രസമുണ്ട്. പിന്നെ ഇതിന്റെ പടത്തിന്റെ ഡയറക്ടർ ഇന്ദ്രനീൽ, ഇതിന്റെ റൈറ്റർ രാഹുൽ, ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഇതിന്റെ മെയിൻ സാധനം കോർ തീമിന്റെ പരിപാടി ഈ ഒരു സീരിയൽ കില്ലർ വരുന്നു, ആ സാധനത്തിന്റെ ത്രില്ലിംഗ് എലമെന്റ് ആണ്. നമുക്ക് അതൊരു കോമഡിയിലൂടെ തന്നെ കുറച്ചുകൂടെ രസകരമാക്കിയിരുന്നെങ്കിൽ നമുക്ക് കൊള്ളായിരുന്നു. ലാസ്റ്റ് വരുമ്പോഴാണെങ്കിൽ തന്നെയും ഏറ്റവും ആദ്യം ഒരു ക്ലൈമാക്സ് നമ്മൾ കാണുന്നു അല്ലെ, ആ ക്ലൈമാക്സിന്റെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു മേ ബി ഒരു ത്രില്ലിംഗ് എലമെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു ക്ലൈമാക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ചു നേരം തീർന്നു നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴത്തേക്കും ഇത് തീർന്നിട്ടില്ല, ഒരെണ്ണം കൂടെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സാധനം കൂടെ കാണിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ട്വിസ്റ്റ് കൂടെ കാണിക്കുന്നു. അപ്പൊ നമുക്കത് അപ്പൊ നമ്മള് അതൊരു എന്താ പറയണ്ടേ, അതൊരു കുറച്ചുകൂടി ഏച്ച് കിട്ടിയ പോലെ എനിക്കത് ഫീൽ ചെയ്തു. കാരണം വാച്ചബിൾ ആയി പോയിക്കൊണ്ടിരുന്ന ഒരു സാധനത്തിന്റെ പുറത്ത് ഒന്ന് രണ്ട് സാധനം എക്സ്ട്രാ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അത് പരമ ബോറാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിൽ തന്നെ അത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഇത്ര കൂടെ നൈസ് ആക്കിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓവറോൾ എന്തായാലും ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇവളുടെ അഭിപ്രായമാണ് ഇപ്പൊ ജസ്റ്റ് നമ്മൾ പറഞ്ഞത് അല്ലെ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. സിനിമ കണ്ട ആൾക്കാർ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, ധ്യാന്റെ സാധാരണ ആഴ്ചയിൽ ഇറങ്ങുന്ന ബോംബ് പടത്തിന്റെ ലിസ്റ്റിലേക്ക് ഒരിക്കലും ഈ സിനിമ നമ്മൾ എടുത്തില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ 2 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോറടിക്കാണ്ട് ഇറങ്ങി വരാം. നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് ഒരു ഫീൽ കിട്ടുന്ന ഒരു കുഞ്ഞ് സാധനമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കണ്ടു. അടുത്തത് നരിവേട്ടയ്ക്ക് പോട്ടെ. ബൈ.